എല്ലാവർക്കും നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹെയർ കെയർ തുടങ്ങി എല്ലാവരും എന്ന് പറഞ്ഞു. കേട്ടതിൽ വളരെ സന്തോഷം. നല്ല മാറ്റം ഉണ്ടാവുമെന്ന് 100% ഉറപ്പാണ് കേട്ടോ. മുടി നിങ്ങൾക്ക് ആ ചിന്ത ഉണ്ടായല്ലോ, ഹെയർ കെയർ ചെയ്യണം, മുടി സൂക്ഷിക്കണം എന്നുള്ള ആ ഒരു തോന്നലുണ്ടായല്ലോ. ഇനി മുടി വളർന്നോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ട തരത്തിലുള്ള പരിചരണങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ വീഡിയോയിലൂടെ മറുപടി തരുന്നതാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും മുടിയെ കുറിച്ചിട്ട് മുടി പോകുന്നല്ലോ എന്നുള്ള ചിന്ത വേണ്ട കേട്ടോ. മുടി വളരണം, മുടി വരും എന്നുള്ള ഒരു ചിന്തയിൽ എല്ലാ പാക്കും എല്ലാ ടിപ്സും ഉപയോഗിച്ചോളൂ, നിങ്ങൾക്ക് വരും കേട്ടോ. കിട്ടാവുന്ന സമയം മുടി പിടിപ്പിക്കൊണ്ടിരിക്കുക. ശരിയാണ്, അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട് മുടിയുടെ വളം കയ്യാണ്. ഞാൻ എപ്പോഴും മുടി എടുത്തുമ്പോൾ അമ്മ എന്നോട് വന്ന് പറയും മുടിയുടെ വളം കയ്യാണ്. അമ്മയുടെ മുത്തച്ഛൻ വൈദ്യനായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ അറിവുകൾ കിട്ടുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക്. ആ അറിവ് എനിക്ക് തന്നു. അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഹെയർ കെയർ തുടങ്ങി എന്ന് ചിലർ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മുടി വേണം, എല്ലാവരും ആരും വിഷമിക്കണ്ട ഊരിപ്പോകുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ സോപ്പുകൾ ഷാമ്പുകൾ അതിൻ്റെ ഉപയോഗം മാറ്റാം കേട്ടോ. നമുക്ക് സോപ്പും വേണ്ട, ഷാമ്പും വേണ്ട. എന്തായാലും എങ്ങനെയായാലും ഇതിൽ കെമിക്കൽസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ തലയിൽ തേക്കുമ്പോൾ അതിൻ്റെ അലർജി മൂലം നമുക്ക് ചൊറിച്ചിലുണ്ടാവും കേട്ടോ. ചില ഷാമ്പു ഒക്കെ നമുക്ക് അലർജിയാണ്. അപ്പോൾ അലർജി മൂലം ചൊറിച്ചിലുണ്ടാവും, പിന്നെ മുടിയും കൊഴിയും കേട്ടോ. അപ്പോൾ സോപ്പുകൾ ഉപേക്ഷിക്കാം. പകരം ഞാൻ പറഞ്ഞല്ലോ, നെല്ലിക്കപ്പൊടി പേസ്റ്റ് ആക്കിയിട്ട് തലയിൽ തേച്ച് കഴുകിക്കളഞ്ഞോളൂ. മുടിയുടെ എണ്ണമെഴുക്ക് ധാരാളം ഉണ്ടെങ്കിൽ അതും, പിന്നെ അതുപോലെ അഴുക്കുകളൊക്കെ പോട്ടോ, താരനൊക്കെ പോവും. പിന്നെ ഈ നെല്ലിക്ക എന്ന് പറയുന്നത് നമുക്ക് കറുപ്പുണ്ടാവും മുടിക്ക് കേട്ടോ. അയൺ ചേർന്നാണല്ലോ. അപ്പോൾ നമുക്ക് മുടിക്ക് ധാരാളം കറുപ്പുണ്ടാവും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതോറും മുടി വളർച്ചയുണ്ടാവും. നമുക്കൊരു റെസിസ്റ്റൻസ് പവർ കൂടിയാണല്ലോ ഇത്. അപ്പോൾ അകത്തേക്കും കഴിക്കാം, നല്ലതാണ് കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ ഓരോ നെല്ലിക്കെടുത്ത് വായിലിട്ടുള്ളൂ കേട്ടോ. നമ്മൾ അറിയാതെ തന്നെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും മുടി കെയർ ചെയ്യണം കേട്ടോ. കിട്ടാവുന്ന സമയത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മുടി ഒന്ന് ഇങ്ങനെ 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 മസാജ് ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് ജട എല്ലാം കളഞ്ഞിട്ട് നിങ്ങൾക്ക് കോംബ് ചെയ്യാം. ഇങ്ങനെ 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 കോംബ് ചെയ്യാം കേട്ടോ. ജടയോടുകൂടി കോംബ് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം മുടി പൊട്ടിപ്പോവും. അപ്പം ഒരു മടിയും കൂടാതെ എല്ലാവരും നമുക്ക് മുടി വേണം എന്നുള്ള ഒരു തോന്നലുണ്ടായല്ലോ. ആ തോന്നലുണ്ടാകുമ്പോൾ തന്നെ മാറ്റം ഉണ്ടാവും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ ടിപ്സ് ഉപയോഗിക്കുമ്പോൾ വേറെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഒരുപാട് പേര് സോപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഷാമ്പു ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം അതെല്ലാം നിർത്താം. അതിൻ്റെ അലർജി മൂലം നമുക്ക് ഇതുപോലെ മുടി കൊഴിച്ചിലുണ്ടാവാം, ചൊറിച്ചിലുണ്ടാവാം കേട്ടോ. അപ്പം ഈ ടിപ്സുകൾ മാറി മാറി ഉപയോഗിക്കാം. സമയം കിട്ടുന്ന പോലെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് തലേ ദിവസം കൂട്ടി വയ്ക്കാം ടിപ്സ്. എല്ലാ പാക്കും നിങ്ങൾക്ക് തലേ ദിവസം കൂട്ടി വയ്ക്കാം കേട്ടോ. ഒന്നും കേടാവില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ നെല്ലിക്കപ്പൊടി ചേർക്കുമ്പോൾ മേമ്പൊടി പോലെ നെല്ലിക്കപ്പൊടി ചേർത്തോളൂ. മുടിക്ക് വളർച്ചയുണ്ടാവും, കറുപ്പുണ്ടാവും, മുടി സ്ട്രോങ് ആവും കേട്ടോ. അപ്പൊ തലോട്ടിലൊക്കെ തേക്കുമ്പോൾ നല്ല, കൂടാതെ തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും കേട്ടോ. ചൂടൊക്കെ മാറി തണുപ്പും കിട്ടും. നമുക്ക് നല്ല ശാന്തത കിട്ടും നെല്ലിക്കപ്പൊടി തേച്ചുകൊണ്ടിരുന്നാൽ കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യാം. സമയമില്ലാത്തവർ, ജോലിക്ക് പോകുന്നവർ തലേ ദിവസം പാക്ക് റെഡിയാക്കി വെക്കുക. വെളുപ്പിനെ എണീറ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഒരു 10-15 മിനിറ്റ് നമ്മൾ ജോലി ചെയ്യാം. നമുക്ക് 10-15 മിനിറ്റ് കഴിയുമ്പോൾ കുളിക്കുന്ന സമയത്ത് വെറുതെ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. വെള്ളമൊഴിച്ച് വെറുതെ കഴുകിയാൽ നമുക്ക് മുടി നല്ല സിൽക്കി ആയിട്ടും തോന്നും കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് സോപ്പ് ഒന്നും ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ തലയിൽ. അപ്പം ചിലപ്പോൾ എനിക്ക് തോന്നണം അതിൻ്റെ അലർജി മൂലം നമുക്ക് ചൊറിച്ചിലുണ്ടാവാം കേട്ടോ. ചിലപ്പോൾ അതായിരിക്കാം ഒരു റീസണും, ഒരു കാരണവും ഇല്ലാതെ നമുക്ക് മുടി തല ചൊറിയണതൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്രയും ദിവസം ഉപയോഗിച്ചിരുന്നെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. പകരം നമ്മുടെ ഈ ഞാൻ എളുപ്പമാകുന്ന ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യാം കേട്ടോ. സമയമുള്ള പോലെ ഇടയ്ക്ക് മൈലാഞ്ചി തേക്കാം. പിന്നെ ഇരട്ടി മധുരം നല്ലതാണ്. നമ്മുടെ എല്ലാ പാക്കിൻ്റെ കൂടെയും ഇരട്ടി മധുരം നമുക്ക് ചേർക്കാം കേട്ടോ.
അപ്പൊ സമയം ഇനി ഒരുപാട് പാക്ക് നിങ്ങൾക്ക് ഐറ്റംസ് കൂട്ടാൻ സമയമില്ലെങ്കിൽ അലോവര അലോവര ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ പിടിപ്പിച്ച് വെക്കണം കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഇതുപോലെ തേക്കാനായിട്ട് നല്ല ഇതാണ് ജെല്ലെടുക്കുക. ഇനി നിങ്ങൾക്ക് ജെല്ലെടുക്കാനായിട്ട് സമയമില്ലെങ്കിൽ ഞാൻ വേറെ രീതി കാണിച്ചു തരാം. ഇതുപോലെ ഇതിന്റെ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കുക. എന്നിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഉണ്ടോ ഈ ജെല്ല് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും. ഇങ്ങനെ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം. കംപ്ലീറ്റ് തേക്കാം കേട്ടോ. മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ബാക്കിലും തേക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തേച്ച് തേച്ച് വരുമ്പോൾ ഇതിന്റെ ജലാംശം വറ്റുന്നത് പോലെ തോന്നും. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ നഖം കൊണ്ട് പ്രസ് ചെയ്താൽ മതി കേട്ടോ. പ്രസ് ചെയ്യുമ്പോൾ പിന്നെയും വെള്ളം വരും, കണ്ടോ, പിന്നെയും വെള്ളം വരും. അപ്പം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വേഗം തേക്കുക. അപ്പം നിങ്ങൾക്ക് ഇതാവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തേച്ച്, അപ്പോൾ ഒരു പാക്കും തേക്കാത്ത സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തേക്കാം കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് തേക്കാം. മുടി ധാരാളം വരുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. ഈ കുഞ്ഞു കുഞ്ഞു മുടി കാണാം കേട്ടോ. ഇതെല്ലാം മുടി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മുടി വന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പാക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പാക്കുകളാണ് കേട്ടോ മുടി. അപ്പോൾ ഇതുപോലെ സിൽക്കി ആവും കേട്ടോ. മുടി നല്ല സിൽക്കി ആവും. നമ്മുടെ പാക്കൊക്കെ തേക്കുമ്പോൾ നല്ല സിൽക്കി ആവും. അതിനാണ് ഞാൻ ഓരോന്നും ഈ ചിലത് മുട്ട ചേർക്കുമ്പോൾ സിൽക്കി ആകും, ചിലത് ഇരട്ടി മധുരം സിൽക്കി ആകും. അപ്പോൾ ഷാമ്പൂവിന് ബദലായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കോസ്റ്റും കുറഞ്ഞു കിട്ടും കേട്ടോ. ഷാമ്പു വാങ്ങിക്കുന്ന കോസ്റ്റും നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ ലളിതമായ രീതിയിൽ നമുക്ക് കോസ്റ്റ് കുറച്ച് ഇക്കണോമിക്കലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ മുടി കെയർ ചെയ്യാൻ പറ്റും. വലിയ വലിയ എമൗണ്ട് ഒന്നും ചിലവാക്കാതെ, ഞാൻ തുടക്കം പറഞ്ഞല്ലോ, വലിയ വലിയ എമൗണ്ട് ഒന്നും നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾക്ക് നമ്മുടെ മുടി ശ്രദ്ധിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ മുടിക്ക് വേണ്ടി പ്രയത്നിക്കുക. പിന്നെ സോപ്പ് ഉപയോഗിക്കുന്നവർ ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അവരെല്ലാം നിർത്തിയെന്ന് പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ.